24-ാം പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്ത കേരളത്തിൻ്റെ അഭിമാനമായ സഖാവ് MA ബേബി, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, ഈ വേദിയിൽ സന്നിഹിതനായിട്ടുണ്ട്. ഒരു പ്രത്യേകത, ഈ ഓഫീസിന് നേരെ എതിരാളികൾ ആക്രമണം നടത്തുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ ഓഫീസിലുണ്ടായി അതിനെ ചെറുത്തു നിന്നു എന്നുള്ളത് കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. PB അംഗം സഖാവ് A വിജയരാഘവൻ നിത്യസാന്നിധ്യം എന്ന് തന്നെ പറയാം. ഇതിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും നമ്മെ നല്ല രൂപത്തിൽ സഹായിച്ചു. കോടിയേരിയെ സ്മരിക്കാതെ ഒരു സ്വാഗതം ഇവിടെ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റായിരിക്കും എന്നുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ കോടിയേരി ഇല്ലായിരുന്നുവെങ്കിൽ ഈ കെട്ടിടം ഈ രൂപത്തിൽ യാഥാർത്ഥ്യമാകില്ല എന്നുള്ളതൊരു സത്യമാണ്. പ്രത്യേകിച്ച് സ്ഥലം കണ്ടുപിടിക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ തീർപ്പാക്കുന്നതിനും വലിയ പങ്ക് വഹിച്ചു. സഖാവ് കോടിയേരിയെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഈ വേദിയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ബിനോയ് വിശ്വം സന്നിഹിതനായിട്ടുണ്ട്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയിക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കൾ സ്റ്റീഫൻ ജോർജ്, മാത്യു ടി തോമസ്, AK ശശീന്ദ്രൻ, KV മോഹനൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, KV ഗണേഷ് കുമാർ, ആന്റണി രാജു, ബിനോയ് ജോസഫ്, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുമതികൾ ലഭിക്കുന്നതിന് വലിയ ഇടപെടൽ ആവശ്യമായി വന്നു. ഏതാണ്ട് 12 ലൈസൻസുകൾ നമുക്ക് ആവശ്യമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭ മേയർ, എയർപോർട്ട് അതോറിറ്റി, പൊല്യൂഷൻ കൺട്രോൾ, എയർഫോഴ്സ്, ഇലക്ട്രിസിറ്റി ബോർഡ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, വാട്ടർ അതോറിറ്റി, മൈനിങ് ആൻഡ് ജിയോളജി, ഗൃഹ, ഈ അനുമതി നൽകിയ ഏജൻസികളെയെല്ലാം സ്വാഗതം ചെയ്യുന്നു. ഇതിന് സഹായം നൽകിയ മുൻ ഓഫീസ് സെക്രട്ടറി സജീവൻ, അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ, ആധാരം എഴുതിയ വിജയൻ, നിലവിലെ ഓഫീസ് സെക്രട്ടറി ബിജു കണ്ടക്കൈ, അക്കൗണ്ടൻറ്റ് അജിത് S, എയർപോർട്ട് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രൂപത്തിൽ സഹായിച്ച ജോൺ ബ്രിട്ടാസ്, നിർമ്മാണ സഹായത്തിന് തൊട്ടടുത്ത് സ്ഥലം നൽകിയ ഡോക്ടർ അജയ്, മുൻ ചീഫ് സെക്രട്ടറി വിജയാനന്ദ്, SBI ഉൾപ്പെടെയുള്ള അയൽക്കാർ, CIT ചുമട്ടുതൊഴിലാളികൾ, ട്രാഫിക് നിയന്ത്രണം പലപ്പോഴും ആവശ്യമായി വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിച്ച പോലീസ്, സഹകരിച്ച പാർട്ടി അംഗങ്ങൾ, പാർട്ടി ഘടകങ്ങൾ, ഈ സദസ്സിൽ സന്നിഹിതരായ പ്രിയപ്പെട്ട അഭ്യുദയകാംക്ഷികൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ്.